അധ്യായം 50. ഖാഫ്. അവതരണം മക്കയിൽ. സൂക്തങ്ങൾ 45. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഖാഫ്, ഉത്കൃഷ്ടമായ ഖുർആൻ സാക്ഷി. ബൽ അജിബൂ അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ്. തങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു മുന്നറിയിപ്പുകാരൻ അവരിലേക്ക് വന്നതു കാരണം അവർ അത്ഭുതം കൂറുകയാണ്. അങ്ങനെ സത്യനിഷേധികൾ പറഞ്ഞു, ഇത് വളരെ വിസ്മയകരമായ കാര്യം തന്നെ. അഇദാ മിത്നാ വകുന്നാ തുറാബാ ദാലിക റജ്ഉൻ ബഈദ്. നാം മരിച്ചു മണ്ണായ ശേഷം മടങ്ങിവരികയോ? ആ മടക്കം അസാധ്യം തന്നെ. ഖദ് അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീർ. അവരിൽ നിന്ന് ഭൂമി കുറവ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് നാം അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വശം എല്ലാം സൂക്ഷിച്ചിട്ടുള്ള ഗ്രന്ഥവുമുണ്ട്. ബൽ കദ്ദബൂ ബിൽ ഹഖ് ലമ്മാ ജാഅഹും ഫഹും ഫീ അംരിൻ മരീജ്. എന്നാൽ സത്യം വന്നെത്തിയപ്പോൾ അവരതിനെ തള്ളിപ്പറഞ്ഞു. അങ്ങനെ അവർ ആശയക്കുഴപ്പത്തിലായി. അഫലം യൻദുറൂ ഇലസ് സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യൻനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. തങ്ങളുടെ മീതെയുള്ള മാനത്തെ അവർ നോക്കിക്കാണുന്നില്ലേ? എങ്ങനെയാണ് നാം അത് നിർമ്മിക്കുകയും അലങ്കരിക്കുകയും ചെയ്തതെന്ന്? അതിലൊരു വിടവുമില്ല. വൽഅർദ മദദ്നാഹാ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅൻബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ്. ഭൂമിയോ, അതിനെ നാം വിശാലമാക്കി വിരിച്ചിരിക്കുന്നു. നാം അതിൽ മലകളെ ഉറപ്പിച്ചു. കൗതുകകരങ്ങളായ സകലയിനം സസ്യങ്ങൾ മുളപ്പിക്കുകയും ചെയ്തു. തബ്സിറതൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. പശ്ചാത്തപിച്ചു മടങ്ങുന്ന ദാസന്മാർക്ക് ഉൾക്കാഴ്ചയും ഉദ്ബോധനവും നൽകാനാണ് ഇതൊക്കെയും. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ ഫഅൻബത്നാ ബിഹി ജന്നാതിൻ വഹബ്ബൽ ഹസീദ്. മാനത്തു നിന്നു നാം അനുഗ്രഹീതമായ മഴ പെയ്യിച്ചു. അങ്ങനെ അതുവഴി വിവിധയിനം തോട്ടങ്ങളും കൊയ്തെടുക്കാൻ പറ്റുന്ന ധാന്യങ്ങളും ഉൽപ്പാദിപ്പിച്ചു. വന്നഖ്ല ബാസിഖാതിൻ ലഹാ ത്വൽഉൻ നദീദ്. അട്ടിയട്ടിയായി പഴക്കുലകളുള്ള ഉയർന്നു നിൽക്കുന്ന ഈത്തപ്പനകളും. റിസ്ഖൻ ലിൽ ഇബാദ് വഅഹ്യൈനാ ബിഹി ബൽദതൻ മൈതാ കദാലികൽ ഖുറൂജ്. നമ്മുടെ അടിമകൾക്ക് ആഹാരമായി ആ മഴ മൂലം മൃതമായ നാടിനെ ജീവസുറ്റതാക്കി. അങ്ങനെ തന്നെയാണ് ഉയിർത്തെഴുന്നേൽപ്പ്. കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വഅസ്ഹാബുർ റസ്സി വസമൂദ്. അവർക്കു മുമ്പേ നോഹിന്റെ ജനതയും റസ്സുകാരും സമൂദ് ഗോത്രവും സത്യത്തെ നിഷേധിച്ചു. വആദു വഫിർഔനു വഇഖ്വാനു ലൂത്ത്. ആദ് സമുദായവും ഫിർഔനും ലൂത്തിന്റെ സഹോദരങ്ങളും. വഅസ്ഹാബുൽ ഐകതി വഖൗമു തുബ്ബഅ കുല്ലുൻ കദ്ദബ الرسل ഫഹഖ വഈദ്.
ഐക്യനിവാസികളും തുബ്ബയിന്റെ ജനതയും അതുതന്നെ ചെയ്തു. അവരൊക്കെ ദൈവദൂതന്മാരെ തള്ളിപ്പറഞ്ഞു. അങ്ങനെ എന്റെ മുന്നറിയിപ്പ് അവരിൽ യാഥാർത്ഥ്യമായി പുലർന്നു. أفعينا بالخلق الأول بل هم في لبس من خلق جديد. ആദ്യ സൃഷ്ടിക്കാരണം നാം തളർന്നെന്നോ? അല്ല, അവർ പുതിയ സൃഷ്ടിക്രിയയെ സംബന്ധിച്ച് സംശയത്തിലാണ്. وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ. നിശ്ചയമായും നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയും നാം നന്നായി അറിയുന്നു. അവന്റെ കണ്ഠനാഡിയേക്കാൾ അവനോട് അടുത്തവനാണ് നാം. إِذْ يَتَلَقَّى الْمُتَلَقِّيَانِ عَنِ الْيَمِينِ وَعَنِ الشِّمَالِ قَعِيدٌ. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്ന് ഏറ്റുവാങ്ങുന്ന രണ്ടുപേർ എല്ലാം ഏറ്റുവാങ്ങുന്ന കാര്യം ഓർക്കുക. مَا يَلْفِظُ مِنْ قَوْلٍ إِلَّا لَدَيْهِ رَقِيبٌ عَتِيدٌ. അവനോടൊപ്പം ഒരുങ്ങി നിൽക്കുന്ന നിരീക്ഷകരില്ലാതെ അവനൊരു വാക്കും ഉച്ചരിക്കുന്നില്ല. وَجَاءَتْ سَكْرَةُ الْمَوْتِ بِالْحَقِّ ذَلِكَ مَا كُنْتَ مِنْهُ تَحِيدٌ. മരണവെപ്രാളം യാഥാർത്ഥ്യമായി ഭവിക്കുന്നു. നീ തെന്നിമാറാൻ ശ്രമിക്കുന്നതെന്തോ അതാണിത്. وَنُفِخَ فِي الصُّورِ ذَلِكَ يَوْمُ الْوَعِيدِ. കാഹളം ഊതപ്പെടും. അതാണ് താക്കീദിന്റെ ദിനം. وَجَاءَتْ كُلُّ نَفْسٍ مَعَهَا سَائِقٌ وَشَهِيدٌ. അന്ന് എല്ലാവരും വന്നെത്തും. നയിച്ചുകൊണ്ടുവരുന്നവനും സാക്ഷിയും കൂടെയുണ്ടാവും. لَقَدْ كُنْتَ فِي غَفْلَةٍ مِّنْ هَذَا فَكَشَفْنَا عَنْكَ غِطَاءَكَ فَبَصَرُكَ الْيَوْمَ حَدِيدٌ. അന്ന് അവരോട് പറയും, തീർച്ചയായും നീ ഇതേക്കുറിച്ച് അശ്രദ്ധനായിരുന്നു. എന്നാൽ നാം ഇപ്പോൾ നിന്നിൽ നിന്ന് ആ മറ എടുത്തുമാറ്റിയിരിക്കുന്നു. അതിനാൽ നിന്റെ കാഴ്ച ഇന്ന് മൂർച്ചയേറിയതത്രേ. وَقَالَ قَرِينُهُ هَذَا مَا لَدَيَّ عَتِيدٌ. അവന്റെ കൂടെയുള്ള മലക്ക് പറയും, ഇതാ ഈ കർമ്മപുസ്തകമാണ് എന്റെ വശം തയ്യാറുള്ളത്. أَلْقِيَا فِي جَهَنَّمَ كُلَّ كَفَّارٍ عَنِيدٍ. അല്ലാഹു കൽപ്പിക്കും, സത്യനിഷേധിയും ധിക്കാരിയുമായ ഏവരെയും നിങ്ങൾ ഇരുവരും ചേർന്ന് നരകത്തിലിടുക. مَنَّاعٍ لِلْخَيْرِ مُعْتَدٍ مُرِيبٍ. നന്മയെ തടഞ്ഞവനും അതിക്രമിയും സന്ദേഹിയുമായ ഏവരെയും. الذي جعل مع الله إلها آخر فألقياه في العذاب الشديد. അല്ലാഹുവോടൊപ്പം വേറെ ദൈവങ്ങളെ കൽപ്പിച്ചവനെ നിങ്ങൾ അവനെ കഠിന ശിക്ഷയിലിടുക. قال قرينه ربنا ما أطغيته ولكن كان في ضلال بعيد. അവന്റെ കൂട്ടാളിയായ പിശാച് പറയും, ഞങ്ങളുടെ നാഥ, ഞാൻ ഇവനെ വഴിപിഴപ്പിച്ചിട്ടില്ല. എന്നാൽ ഇവൻ സ്വയം തന്നെ വളരെയേറെ വഴികേടിലായിരുന്നു. قال لا تختصموا لدي وقد قدمت إليكم بالوعيد. അല്ലാഹു പറയും, നിങ്ങൾ എന്റെ മുന്നിൽ വെച്ച് തർക്കിക്കേണ്ട. ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് താക്കീത് തന്നിട്ടുണ്ട്. ما يبدل القول لدي وما أنا بظلام للعبيد.
എന്റെ അടുത്ത് വാക്കുമാറ്റമില്ല. ഞാൻ എന്റെ ദാസന്മാരോട് ഒട്ടും അനീതി കാട്ടുന്നതുമല്ല. يوم نقول لجهنم هل امتلأت وتقول هل من مزيد. നാം നരകത്തോട് ചോദിക്കുന്ന ദിനം, നീ നിറഞ്ഞു കഴിഞ്ഞോ? നരകം തിരിച്ചു ചോദിക്കും, ഇനിയുമുണ്ടോ? وأزلفت الجنة للمتقين غير بعيد. ഭക്തന്മാർക്കായി സ്വർഗം അടുത്തുകൊണ്ടുവരും, ഒട്ടും ദൂരെയല്ലാത്ത വിധം. هذا ما توعدون لكل أواب حفيظ. സ്രഷ്ടാവിലേക്ക് മടങ്ങുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്ന ഏവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടതാണിത്. من خشي الرحمن بالغيب وجاء بقلب منيب. അഥവാ പരമകാരുണികനെ നേരിൽ കാണാതെ തന്നെ ഭയപ്പെടുകയും പശ്ചാത്താപപൂർണമായ മനസ്സോടെ വന്നെത്തുകയും ചെയ്തവന്. ادخلوها بسلام ذلك يوم الخلود. സമാധാനത്തോടെ നിങ്ങൾ അതിൽ പ്രവേശിച്ചുകൊള്ളുക, നിത്യവാസത്തിനുള്ള ദിനമാണത്. لهم ما يشاءون فيها ولدينا مزيد. അവർക്കവിടെ അവരാഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കും. നമ്മുടെ വശം വേറെയും ധാരാളമുണ്ട്. وكم أهلكنا قبلهم من قرن هم أشد منهم بطشا فنقبوا في البلاد هل من محيص. അവർക്ക് മുമ്പ് എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചത്. അവർ ഇവരേക്കാൾ വളരെയേറെ ശക്തരായിരുന്നു. അങ്ങനെ അവർ നാടായ നാടുകളിലൊക്കെ അന്വേഷിച്ചു നോക്കി, രക്ഷപ്പെടാൻ വല്ല ഇടവും ലഭിക്കുമോ എന്ന്. إن في ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد. ഹൃദയമുള്ളവനും മനസ്സറിഞ്ഞു കേൾക്കുന്നവനും ഇതിൽ ഓർക്കാനേറെയുണ്ട്. ولقد خلقنا السماوات والأرض وما بينهما في 6 أيام وما مسنا من لغوب. ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും നാം 6 നാളുകളിലായി സൃഷ്ടിച്ചു. അതുകൊണ്ടൊന്നും നമുക്കൊട്ടും ക്ഷീണം ബാധിച്ചിട്ടില്ല. فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل الغروب. അതിനാൽ അവർ പറയുന്നതൊക്കെ ക്ഷമിക്കുക. സൂര്യോദയത്തിനും അസ്തമയത്തിനും മുമ്പേ നിന്റെ നാഥനെ വാഴ്ത്തുക, ഒപ്പം കീർത്തിക്കുകയും ചെയ്യുക. ومن الليل فسبحه وأدبار السجود. രാവിലും സ്വൽപ്പസമയം അവനെ കീർത്തിക്കുക, നമസ്കാര ശേഷവും. واستمع يوم ينادي المناد من مكان قريب. അടുത്തൊരിടത്തു നിന്ന് വിളിച്ചു പറയുന്നവൻ വിളംബരം ചെയ്യുന്ന ദിനത്തിനായി കാതോർക്കുക. يوم يسمعون الصيحة بالحق ذلك يوم الخروج. ആ ഘോരനാദം ഒരു യാഥാർത്ഥ്യമായി അവർ കേട്ടനുഭവിക്കും ദിനം, ഖബറുകളിൽ നിന്നുള്ള പുറപ്പാടിന്റെ ദിനമത്രേ അത്. إنا نحن نحيي ونميت وإلينا المصير. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും നാമാണ്, തിരിച്ചുവരവും നമ്മിലേക്ക് തന്നെ. يوم تشقق الأرض عنهم سراعا ذلك حشر علينا يسير. ഭൂമി പിളർന്ന് മനുഷ്യർ പുറത്തു കടന്ന് അതിവേഗം ഓടിവരുന്ന ദിനം, അவ்விധം അവരെ ഒരുമിച്ചു കൂട്ടൽ നമുക്ക് വളരെ എളുപ്പമാണ്.
نحن أعلم بما يقولون وما أنت عليهم بجبار فذكر بالقرآن من يخاف وعيد. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി നാം നന്നായി അറിയുന്നു. അവരുടെ മേൽ നിർബന്ധം ചെലുത്തേണ്ട ആവശ്യം നിനക്കില്ല. അതിനാൽ എന്റെ താക്കീത് ഭയപ്പെടുന്നവരെ നീ ഈ ഖുർആൻ വഴി ഉദ്ബോധിപ്പിക്കുക.